പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർത്താ ദിനത്തിൽ ഏറ്റവും ശുഭകരമായൊരു വാർത്തയിലേക്ക് ഈ വാർത്താ പ്രഭാതത്തിൽ നമ്മൾ കടക്കുകയാണ്. നമ്മൾ സാധാരണ അപകടങ്ങളുടെയും തീപിടുത്തത്തിൻ്റെയും ഒക്കെ വാർത്തകളാണ് വാർത്താ പ്രഭാതങ്ങളിൽ പൊതുവേ കേൾക്കാറ്. എന്നാൽ വളരെ ആശ്വാസകരമായൊരു വാർത്ത വരുന്നുണ്ട്. കേരളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ കാണാതായ മലയാളി സൈനികനെ കണ്ടെത്തിയിരിക്കുകയാണ് ഈ പുതുവർഷ പുലരിയിൽ. ബംഗളൂരുവിൽ നിന്നാണ് കോഴിക്കോട് എരഞ്ഞിക്കൽ സ്വദേശി വിഷ്ണുവിനെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. വിഷ്ണുവിനെ ഇന്ന് നാട്ടിലെത്തിക്കും. സാമ്പത്തിക ബാധ്യത മൂലം മാറി നിന്നു എന്നാണ് മൊഴി. എന്നാലും വിഷ്ണു, നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിപ്പിച്ചു കേട്ടോ. പൂനെയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രയ്ക്കിടെ കഴിഞ്ഞ 17-ാം തീയതി മുതൽ വിഷ്ണുവിനെ കാണാനില്ലായിരുന്നു കുടുംബത്തിൻ്റെ പരാതി. സിനോജ് തോമസ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. പലപ്പോഴും ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷനാണ്. വിഷ്ണു പൂനെയിലെ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു, പക്ഷേ കോഴിക്കോട്ട് വീട്ടിലെത്തിയില്ല. 17-ാം തീയതിയോടുകൂടി വീട്ടിലെത്തേണ്ടതാണ്. പക്ഷേ വീട്ടിലെത്താതെ വിഷ്ണുവിനെ എവിടെ പോയി എന്ന് അന്വേഷിച്ചിരിക്കുകയാണ് വീട്ടുകാർ. വല്ലാതെ വിഷമിപ്പിച്ചു കഴിഞ്ഞു. ബാംഗ്ലൂരുവിലാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്. വിഷ്ണു പറയുന്നത് സാമ്പത്തിക ബാധ്യത കാരണം ഒന്ന് മാറി നിന്നാണ്. കഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ വിഷ്ണു, ടെൻഷൻ അടിപ്പിച്ചു. മനുഷ്യനെ ആദ്യം ഉണ്ടാക്കുന്നതിനൊരു പരിധിയില്ലേ? വീട്ടുകാരൊക്കെ ടെൻഷൻ അടിച്ചില്ലോടൂ. അപ്പോൾ നമുക്കൊപ്പം സിനോജ് തോമസ് ചേരുന്നുണ്ട്. സിനോജ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. സിനോജ് തോമസ്, ഞാൻ ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓരോ വർഷവും നമ്മൾ ഓരോ റെസൊല്യൂഷനുമായിട്ട് വരുമല്ലോ. സിനോജിൻ്റെ ഈ വർഷത്തെ പുതിയ റെസൊല്യൂഷൻ എന്താണ്? അങ്ങനെ പ്രമേയം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇതേ ചോദ്യം കഴിഞ്ഞ വർഷം ജനുവരി 1 എന്നോട് ചോദിച്ചിരുന്നു സാറേ. എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞ ഉത്തരം തന്നെയാണ് ഉള്ളത്. കാരണം നമുക്ക് എടുക്കാൻ പറ്റുന്നത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തീരുമാനം മാത്രം എടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് അധികം ദുശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പോയാൽ മതി. കുറച്ചുകൂടി രാവിലെ നേരത്തെ എഴുന്നേക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. അടിപൊളി, അത് കൊള്ളാം, നല്ല തീരുമാനമാണ്. അപ്പം നേരത്തെ എഴുന്നേൽക്കുന്ന പക്ഷികൾ കൂടുതൽ പുഴുക്കളെയും ഭക്ഷങ്ങളെയും കിട്ടും എന്നാണല്ലോ പഴയ പ്രമാണം. അപ്പോൾ അത് കൊള്ളാം, നല്ല ഒരു ആശയമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും സിനോജിനെ പോലെ നല്ല ഈ റെസൊല്യൂഷൻ എടുത്തോളൂ. കുറച്ചുകൂടി നേരത്തെ, അധികമൊന്നും വേണ്ട, ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ എഴുന്നേക്കാൻ ഒരു റെസൊല്യൂഷൻ ഈ പുതുവർഷത്തിൽ എടുക്കൂ. നേരത്തെ എഴുന്നേറ്റാൽ അത്രയും കൂടി കുറച്ചും കൂടി ജീവിച്ചിരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ സിനോജെ, അപ്പോൾ നമ്മുടെ വാർത്തയിലേക്ക് എത്തിയാൽ വിഷ്ണു വല്ലാതെ ടെൻഷൻ അടിപ്പിച്ച് കഴിഞ്ഞല്ലോ. എന്താണ് വിഷ്ണു പറയുന്നത്? എങ്ങനെയാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത് സിനോജ്? അരുൺകുമാർ, ഏതായാലും വിഷ്ണുവിൻ്റെ കുടുംബത്തിന് ഇത് ശരിക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആണ്. ഇന്നലെ രാത്രിയിലാണ് ബംഗളൂരിൽ വെച്ച് വിഷ്ണുവിനെ പോലീസ് കണ്ടെത്തുന്നത്. എലത്തൂർ പോലീസാണ് കണ്ടെത്തുന്നത്. വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കൾ നൽകിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരിലെത്തി പോലീസ് വിഷ്ണുവിനെ കണ്ടെത്തുന്നത്. എലത്തൂർ പോലീസ് കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം 16-ാം തീയതിയാണ് വിഷ്ണു പൂനെയിൽ നിന്ന് നാട്ടിലേക്കാന്ന് പറഞ്ഞ് ലീവ് എടുക്കുന്നത്. 17-ാം തീയതി മുതൽ ഈ മാസം 5-ാം തീയതി വരെ 20 ദിവസത്തെ ലീവാണ് വിഷ്ണു എടുക്കുന്നത്. കായിക താരം കൂടിയാണ്. വിവാഹം നിശ്ചയിച്ചതാണ്. അതിന് മുന്നോടിയായിട്ടാണ് വിഷ്ണു ലീവിന് അപേക്ഷ നൽകുന്നത്. 17-ാം തീയതി വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു. ഒരു 2:15 ടൈമിലാണ് വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ കണ്ണൂർ എത്തിയെന്നാണ് അമ്മയോട് പറഞ്ഞത്, ട്രെയിനിലാണെന്ന് പറഞ്ഞു. പക്ഷേ രാത്രിയായിട്ടും വിഷ്ണുവിനെ കാണാതായി. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. പരാതി കിട്ടിയ ഉടനെ മന്ത്രി AK ശശീന്ദ്രനൊക്കെ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു. ഒരു അന്വേഷണ സംഘത്തെ തന്നെ പോലീസ് നിയോഗിക്കുകയും എലത്തൂർ CIയും 2 സൈബർ വിദഗ്ധരൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ പൂനെയിലേക്ക് പോയി. പൂനെ പോയി അവിടുത്തെ ആർമി ക്യാമ്പിലൊക്കെ തന്നെ മൊഴിയെടുക്കുക തന്നെ ചെയ്തു. ആ സമയത്ത് ആർമിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് വിഷ്ണുവിന് യാതൊരുവിധ പ്രശ്നവും ആർമി ക്യാമ്പിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അന്ന് വിഷ്ണു 15,000 രൂപ അവിടെ നിന്ന് ATM നിന്ന് പിൻവലിച്ചതായി കണ്ടെത്തി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് പൂനെയിലാണെന്ന് കണ്ടെത്തി. അങ്ങനെ പൂനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ബംഗളൂരിലുണ്ട് എന്ന് വിവരം ലഭിക്കുകയും ബംഗളൂരിലെത്തി വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടേക്ക് എത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാത്രമേ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയുള്ളൂ. കാരണം ആൾ മിസ്സിങ്ങിന് കേസെടുത്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. വിഷ്ണു നൽകുന്ന പ്രാഥമിക മൊഴി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാറി നിന്നു എന്നാണ് പറയുന്നത്. കായിക താരമായിരുന്നു. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു ഇവിടെ കോഴിക്കോട് എത്തിയാൽ മാത്രമേ. എന്തായാലും വിഷ്ണുവിന്റെ കുടുംബത്തിന് ഇതൊരു ഹാപ്പി ന്യൂ ഇയർ ആണ് സിനോജ് പറഞ്ഞത്. അപ്പോൾ സിനോജ് ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. കോഴിക്കോട്ടെ എല്ലാ പ്രിയപ്പെട്ട മനുഷ്യർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, കളഞ്ഞു പോയിട്ട് തിരിച്ചു കിട്ടുമ്പോഴാണല്ലോ ഒരു വലിയ സന്തോഷം ഉണ്ടാവുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ആദ്യം അടിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് കണ്ടുകിട്ടുമ്പോൾ ഒരു സന്തോഷം വരുമല്ലോ. അതുപോലെ ആയിരിക്കും വിഷ്ണുവിൻ്റെ കുടുംബത്തിനും. കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ആ സന്തോഷ വാർത്ത വിഷ്ണുവിൻ്റെ കുടുംബത്തെ തേടിയെത്തി. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ന്യൂ ഇയറിൽ ഒരു ഹാപ്പി വാർത്തയോടുകൂടി നമ്മൾ ഇന്നത്തെ വാർത്താ പ്രഭാത യാത്ര ആരംഭിച്ചിരിക്കുകയാണ്.